നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് ചെറിയൊരു കട്ടിലുണ്ടാക്കാൻ പോവാണ്. ഉണ്ടാക്കാൻ നമ്മുടെ കാറ്റാടിക്കഴ വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാണ് മെയിൻ. നമ്മളിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കട്ടിലിന് 4 കാല് സെറ്റാക്കി സൈഡ് ഭാഗം ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചെയർ കാണിച്ചു. അപ്പോൾ നമ്മൾ വേറെ സാധനം ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വിഷ്ണു തന്നിരുന്ന് ഉണ്ടാക്കിയ സാധനമാണ്. കേട്ടോ, ഇതിന് പെയിൻ്റ് അടിച്ച് പുട്ടി അടിച്ചെടുക്കുമ്പോഴത്തേന് ഇത് കിടക്കുന്ന സാധനം വരും. ഇത് നമ്മുടെ ചെയർ. ഇനി അടുത്തത് കട്ടിലുണ്ടാക്കുകയാണ്. ഇനി ഒരു സ്റ്റൂളും കൂടെ ഉണ്ട്. നമ്മൾ കട്ടിലിൻ്റെ കാല്, ഒരു സൈഡ് കാല് നമ്മൾ ക്ലിയർ ചെയ്ത് ഇതാണ് ഒരു സൈഡിൽ. ഇനി അപ്പുറത്തെ സൈഡിലത്തെ കാല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ 3 ഇതുപോലത്തെ 3 എണ്ണമാണ് വരുന്നത്. ഇവിടെ 2 എണ്ണം വരുന്നത്. നമ്മൾ തല വെക്കുന്നിടത്ത് 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണിയിലാണ്. നമ്മൾ ആണി വെച്ചാണ് ഇത് സെറ്റാക്കുന്നത്. നമ്മൾ 2 ഇഞ്ചിൻ്റെ ആണി ഉപയോഗിച്ചാണ് ഈ കാറ്റാടി കഴിവുകൾ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നത്. അധികം വെയിറ്റ് കയറാത്തത് കൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ വെച്ച് ഫോട്ടോസ് എടുക്കാനൊക്കെ കൊണ്ടുള്ളതല്ലേ, അതുകൊണ്ട് അധികം വെയിറ്റ് കയറുന്നില്ലല്ലോ. നമ്മൾ അത് ഉപയോഗിച്ചാണ് നമ്മൾ ഈ കട്ടിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഇതാണ്. കണ്ടോ, ഒരു സെറ്റ് ഒരു കട്ടിലായി. ചെറിയ ഒരു ബേബി ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു എക്യുപ്മെൻറ്റ്സായി. നമ്മളിത് കടൽ തീരത്തൊക്കെ കൊണ്ടുവച്ച് ഫോട്ടോ എടുത്താൽ നല്ല മാരകമായ ഫോട്ടോസ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആ ഉണ്ടാക്കിയ ചെയർ നമ്മൾ എന്തായാലും പ്രൈമറൊക്കെ അടിച്ച്, ഒരു ബ്ലാക്ക് പ്രൈമറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, അടിച്ച് സെറ്റാക്കി. സ്റ്റൂളും അതുപോലെ തന്നെ നമ്മൾ പ്രൈമർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചെടുത്ത മനോഹരമായ കുറേ ചിത്രങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കയറി കാണണം. പിന്നെ ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് റെൻ്റ് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ടാൽ മതി. എന്തായാലും ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്പെടട്ടെ. എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. എൻ്റെ വീട് പടനിലത്താണ്, മാവേലിക്കര പടനിലമാണ്. ഇവിടെ അടുത്തുള്ളവരൊക്കെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഉപകാരപ്പെടും എന്തായാലും, ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക്. പിന്നെ നമ്മുടെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഹരി പടനിലം എന്ന് പറയുന്നത്. നല്ല നല്ല വീഡിയോസ്, നല്ല അത്യാവശ്യം റീച്ചുള്ള ഒരു അക്കൗണ്ടാണ്. അപ്പം പുള്ളിയുടെ കയ്യിലും ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. താല്പര്യമുള്ളവർ എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ എന്തായാലും എൻ്റെ പുള്ളിയുടെയും പേജ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എല്ലാവരും കയറി ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചെടുത്ത കുറേ ഷൂട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇനിയും ഇടുന്നുണ്ട്. 2-3 ഷൂട്ട് ഞാൻ ഇത് വെച്ച് എടുത്തിട്ടുണ്ട്. ഞാൻ ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇത് ഡബ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചെടുത്ത കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉടനെ പുറകെ വരുന്നുണ്ട്. എൻ്റെ വീഡിയോസ് BTS ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പം മറക്കാതെ കയറി എല്ലാവരും വാച്ച് ചെയ്യുക.